കണ്ട മുനി എലിയെ ഒരു വലിയ കുറുക്കനാക്കി മാറ്റി. തന്റെ മുന്നിൽ ഒരു വലിയ കുറുക്കനെ കണ്ട് മറ്റേ കുറുക്കൻ ഓടിപ്പോയി. എലി കൂടുതൽ അസ്വസ്ഥനാകുകയും ഒരു വലിയ കുറുക്കന്റെ പുതുതായി നേടിയ പദവിയോട് കാട്ടിൽ കൂടുതൽ സ്വതന്ത്രമായി ചുറ്റിക്കറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം അവൻ കാട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുമ്പോൾ ഒരു കടുവ അവന്റെ മേൽ ചാടി വീണു. എലി എങ്ങനെയോ തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പതിവ് പോലെ മുനിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിക്കാൻ ഓടി. മുനി വീണ്ടും എലിയോട് സഹതാപം കാണിക്കുകയും അവനെ കടുവയാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ എലി അത് സ്വന്തമാക്കിയ ശേഷം കാട്ടിൽ നിർഭയമായ അലഞ്ഞു തിരിയുന്ന ഒരു കടുവയുടെ അവസ്ഥ. കാട്ടിൽ അനാവശ്യമായ പല മൃഗങ്ങളെയും കൊന്നു. ഒരു കടുവയായി രൂപാന്തരപ്പെട്ടതിനു ശേഷം എലി വനത്തിലെ മൃഗങ്ങൾക്ക് സർവശക്തിയേറിയതായി മാറി. അവൻ ഒരു രാജാവിനെ പോലെ പെരുമാറുകയും തന്റെ പ്രജകളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം എപ്പോഴും അവന്റെ മനസ്സിൽ അലട്ടുകയും അവനെ വിഷമിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു മുനിയുടെ ദിവ്യശക്തികൾ. ഏതെങ്കിലും കാരണത്താൽ ഒരു ദിവസം ഋഷി എന്നോട് ദേഷ്യപ്പെടുകയും എന്നെ എന്റെ യഥാർത്ഥ നിലയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്താൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ആശങ്കയോടെ ചിന്തിക്കും. ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ഒരു ദിവസം അദ്ദേഹം ഉച്ചത്തിൽ അലറിക്കൊണ്ട് മുനിയുടെ അടുത്തെത്തി. അദ്ദേഹം മുനിയോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. ഞാൻ നിന്നെ തിന്നാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദിവ്യശക്തികളും